മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി നടി ആക്രമിക്കപ്പെട്ട കേസിലെ അതിജീവിത മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലെത്തിയാണ് കൂടിക്കാഴ്ച നടത്തിയത്. ഷീജ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഷീജ, കോടതി അവൾക്കൊപ്പമല്ലായിരുന്നെങ്കിലും സർക്കാർ എന്നും എപ്പോഴും അവൾക്കൊപ്പം തന്നെയാണ് എന്ന നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധി വന്ന ശേഷം സർക്കാരിന്റെ നിലപാട് അതുതന്നെയായിരുന്നു. ഹൈക്കോടതിയിൽ അപ്പീൽ പോകുമെന്ന അതിജീവിതയ്ക്ക് സർക്കാർ ഉറപ്പ് നൽകിയതാണ്. അന്നും മുഖ്യമന്ത്രി നേരിൽ വിളിച്ച് സംസാരിച്ചതാണ് അവരോട്. ഈ നടിയെ ആക്രമിക്കപ്പെട്ട കേസിന്റെ പിറ്റേ ദിവസം തന്നെ, ആ സംഭവം ഉണ്ടാകുന്ന പിറ്റേ ദിവസം തന്നെ 2017 ഫെബ്രുവരി 18-ാം തീയതി തന്നെ മുഖ്യമന്ത്രിയുടെ കോള് അവർക്ക് വന്നതാണ്, അതിജീവിതയ്ക്ക് വന്നതാണ്. അപ്പോൾ അന്ന് മുതൽ എപ്പോഴും മുഖ്യമന്ത്രി കൂടെയുണ്ട്, സർക്കാർ ഒപ്പമുണ്ട് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിക്ക് പറയാനുണ്ടാവുകയല്ലേ? തീർച്ചയായും ഏതായാലും നടി ആക്രമിക്കപ്പെട്ട കേസിലെ അതിജീവിതയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെത്തി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. ഈ കൂടിക്കാഴ്ചയിൽ നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസമാണ് ഇതിന്റെ കേസുമായി ബന്ധപ്പെട്ട് കേസിലെ വിധി അടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വന്നത്. അതിൽ അപ്പീൽ പോകുമെന്നുള്ളത് സർക്കാർ നേരത്തെ തന്നെ ആ ഒരു ഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അത് അതിജീവിതയ്ക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് അപ്പീൽ പോകുമെന്നും എല്ലാവിധത്തിലുള്ള പിന്തുണയും സർക്കാർ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും സർക്കാർ എന്നും അതിജീവിതയ്ക്കൊപ്പം തന്നെയാണുള്ളത് എന്നുള്ള കാര്യവും സർക്കാർ മുഖ്യമന്ത്രി ഈ അതിജീവിതയെ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംഭവം ഉണ്ടായതിന്റെ തൊട്ട് പിന്നാലെ തന്നെ സർക്കാർ അതിജീവിതയ്ക്കൊപ്പമാണ് എന്നുള്ള കാര്യം പ്രഖ്യാപിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ തുടർന്ന് ആ രീതിയിൽ തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ അന്വേഷണ ഘട്ടത്തിലാണെങ്കിലും അതിന്റെ വിചാരണ ഘട്ടത്തിലാണെങ്കിലും നിലപാടുകൾ സ്വീകരിച്ചത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഇപ്പോൾ അതിജീവിത തന്നെ ഇവിടെ തലസ്ഥാനത്ത് എത്തിയ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് കാണുകയായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ചയായതും അതിജീവിതയ്ക്ക് എല്ലാവിധത്തിലുള്ള പിന്തുണയും മുഖ്യമന്ത്രി ഉറപ്പു നൽകിയത്. ഷീജ, ഒരു കാര്യം കൂടെ, കഴിഞ്ഞ ദിവസം അതിജീവിതയുടെ പോസ്റ്റ് ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ. അവർ പ്രതികരിച്ചിരുന്നു ഈ കേസിന്റെ വിധിയോട്. അന്ന് ഈ ലോ ഈക്വൽ ബിഫോർ ലോ എന്ന ഒരു കോൺസെപ്റ്റിനോട് താല്പര്യമില്ല, അധികം ആരും ആ ലോയ്ക്ക് മുന്നിൽ, നിയമത്തിന് മുൻപിൽ തുല്യരല്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ നിരാശപൂർവ്വം പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റായിരുന്നു അന്ന് അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി മുഖ്യമന്ത്രിയുമായി അല്ലെങ്കിൽ സർക്കാരിനോട് പ്രത്യേകിച്ച് എന്തെങ്കിലും ആവശ്യം അതിജീവിത ഉന്നയിക്കുന്നുണ്ടോ? ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കൂടിക്കാഴ്ചയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള വിധി അത് രണ്ട് തരത്തിലുള്ള ഒരു വിധിയാണ് എന്ന് തന്നെയാണ് ഈ അതിജീവിതയും വ്യക്തമാക്കുന്നത്. ഏതായാലും ആ രീതിയിലുള്ള ഒരു അനുഭവമാണ് അതിജീവിതയ്ക്കും കോടതിയിൽ നിന്നും നേരിടേണ്ടി വന്നിട്ടുള്ളത്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു അത്തരത്തിൽ സമൂഹ മാധ്യമത്തിലൂടെയുള്ള ഒരു പ്രതികരണം അതിജീവിത നടത്തുകയും ചെയ്തത്. ഈ ഒരു സാഹചര്യം മുഖ്യമന്ത്രിക്ക് മുന്നിൽ അതിജീവിത അവതരിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ ഏതായാലും മുഖ്യമന്ത്രി പക്ഷേ കൃത്യമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. എല്ലാവിധത്തിലുള്ള ഉറപ്പും സർക്കാർ അതിജീവിതയ്ക്ക് നൽകുന്നു. അതിജീവിതയ്ക്കൊപ്പമാണ് സർക്കാർ എന്നുള്ള കാര്യം ഒന്നുകൂടി മുഖ്യമന്ത്രി അടിവരയിട്ട് വ്യക്തമാക്കി തന്നെയാണ് കാര്യങ്ങൾ കൂടിക്കാഴ്ചയിൽ സംസാരിച്ചത്. ശരി ഷീജ, ഏതായാലും കോടതി അവർക്ക് എതിരായി നിന്നപ്പോൾ കേരളം മൊത്തം അവർക്കൊപ്പം നിൽക്കുന്ന കാഴ്ചകളാണ് നാടെങ്ങും കാണുന്നത്. അല്പസമയം മുൻപാണ് തിരുവനന്തപുരത്ത് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അവൾക്കൊപ്പമാണ് എന്ന് ഒരിക്കൽ കൂടെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വനിതാ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. കേരളത്തിന്റെ മൊത്തം മനസ്സും അവൾക്കൊപ്പം തന്നെയാണ് എന്ന് ഒരിക്കൽ കൂടെ ഉറപ്പിക്കുകയാണ്.